പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ നിത്യജീവമൊഴികൾ എന്ന പ്രസംഗ പരമ്പരയിൽ കടന്നു വരുവാനും സംസാരിക്കാനും കൃപാലുവായ ദൈവം ഒരു പ്രാവശ്യം കൂടെ ജീവിതത്തിലിടയാക്കിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആദ്യമായി ഇതിന് ഒരവസരം എനിക്ക് സാധിച്ചു തന്ന യേശുക്രിസ്തുവിന് 16 കോടി സ്തോത്രം. ഗ്രൂപ്പിൻ്റെ അൻപന്മാർക്കും ഗ്രൂപ്പിൽ ശ്രവിക്കുന്ന എല്ലാ സൗരസാന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ഗ്രൂപ്പിൽ കൂടെ നിങ്ങൾ 4 ഭാഷകളിൽ സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ മെസ്സേജുകൾ നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീർന്നിരിക്കുന്നു നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്കും ഈ ഒരു സുവിശേഷത്തിൻ്റെ ഭാഗത്തിൽ നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഈ മെസ്സേജുകൾ നിങ്ങൾ കേട്ടതിന് ശേഷം അത് ഫോർവേഡ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ഗ്രൂപ്പ് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതിൽ കൂടെ ഈ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ നിങ്ങൾക്കും പങ്കാളികളായി തീരുവാൻ സാധിക്കും. തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കും നിങ്ങളെ എന്നുകൂടി ഓർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആയിരിക്കുന്ന ലോകം ഏറ്റവും ഭയാനകവും പ്രയാസവും ദുഃഖവും നിറഞ്ഞിരിക്കുന്നതായ കാലയളവിൽ എത്തിയിരിക്കുന്നു. ആർക്കും സമാധാനമില്ല, സന്തോഷമില്ല. ലോക നേതാക്കൾ സമാധാനത്തിന് വേണ്ടി സമാധാനത്തിൻ്റെ ഫോർമുലകൾ കണ്ടുപിടിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുന്നു. അനേക സമ്മിറ്റുകൾ ചെയ്യുന്നു, കോൺഫറൻസുകൾ, മീറ്റിങ്ങുകളൊക്കെ ചെയ്യുന്നെങ്കിൽ തന്നെയും സമാധാനം കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു, ഈ ലോകം തരുന്നത് പോലെയല്ല. അപ്പോൾ തീർച്ചയായിട്ടും യേശുക്രിസ്തുവിൽ കൂടെയുള്ള സമാധാനം അത് ലോകത്തിൽ കൂടെ ഒരിക്കലും ലഭിക്കുന്നതല്ല എന്ന് വളരെ വ്യക്തമായി വേദപുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, ആർക്കെങ്കിലും ഹൃദയത്തിൽ ഭാരമുള്ളവരായി ദുഃഖമുള്ളവരായിരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ വചനങ്ങൾ കേൾക്കുന്ന നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ കടന്നു വരുവാനും ആശ്വാസം പ്രാപിക്കുവാനും സമാധാനം പ്രാപിക്കുവാനും സാധിക്കും. എന്തുകൊണ്ടെന്നാൽ സമാധാനം തരുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ ലോകത്തിൽ, അത് മറ്റാരുമല്ല. നമുക്ക് വേണ്ടി 2023 വർഷങ്ങൾക്ക് മുമ്പ് യെരുശലേമിൽ ഗോൽഗോഥാ മുകളിൽ നമുക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ, നമുക്ക് വേണ്ടി ക്രൂശിതനായ, നമുക്ക് വേണ്ടി രക്തം ചിന്തിയ യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിക്കും എന്ന് വിശ്വസിക്കുക. ആ വിശ്വാസം എവിടെ നിന്ന് വരണം? വിശ്വാസം കേൾവിയിൽ നിന്ന് വരണം. കേൾവി ദൈവത്തിൻ്റെ വചനത്താൽ വരണം. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്നെ കേൾക്കുന്ന മാന്യശ്രോതാക്കളെ, സഹോദരന്മാരെ, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ആശ്വാസവും രക്ഷയും ലഭിക്കണമെങ്കിൽ ഒരേ ഒരു നാമമുണ്ട്. ആ നാമമാണ് യേശുക്രിസ്തു എന്ന നാമം. ആ നാമം നിങ്ങൾ ഏറ്റെടുത്ത് സ്വീകരിച്ചാൽ നിങ്ങൾ നിത്യജീവനിലേക്ക് കടക്കാൻ നിങ്ങൾക്ക് ഇടയാകും. നിത്യസമാധാനത്തിലേക്ക് നിങ്ങൾ എത്തപ്പെടും. ഈ ലോകത്തിലെ ജീവിതം വെറും നശ്വരമാകുന്നു. ഒരു പൂ പോലെ രാവിലെ നമ്മൾ കണ്ട് വൈകുന്നേരം വാടിപ്പോകുന്ന പോലെയുള്ള ജീവിതമാണ് ഈ ലോകത്തിൽ നിന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. മരണം വെറും ഒരടി മാത്രം അകലത്തിലായിരിക്കുന്നു. ഏതു സമയത്തും മരണം കടന്നു വരാം. അത് കടന്നു വരുമ്പോൾ അതിനെ ഒരു എക്സ്ക്യൂസും പറയാതെ മരണത്തെ കീഴടങ്ങി പോയേ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, എന്നാൽ ഒരു ദൈവകുഞ്ഞ് മരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവൻ മരണത്തെ കീഴ്പ്പെടുത്തുക ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാൽ ആ മരണത്തെ നോക്കിക്കൊണ്ട് അവൻ ഒരു ദിവസം പറയും, ഹേ മരണമേ, നിന്റെ ജയം എവിടെ?
ഹേ പാതാളമേ നിന്റെ ജയമെവിടെ, മരണമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് പറയാൻ സാധിക്കും. ഒരു ദൈവവേദന മാത്രമേ മരണത്തെ കീഴടക്കുവാൻ സാധിക്കുള്ളൂ. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ അരുമനാഥനായ യേശു ക്രിസ്തു മരണത്തെ തോൽപ്പിച്ചു. മരണത്തെ അവൻ മരിച്ചു എങ്കിലും അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു, മരണത്തെ കീഴ്പ്പെടുത്തി. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോലുകൾ അവൻ്റെ കൈവശം ലഭിക്കുവാനിടയായി. അതുകൊണ്ട് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റനായ ആ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും യേശു ക്രിസ്തുവിനെ പോലെ മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നമുക്കൊരു ദിവസം പറയാൻ പറ്റും, പാതാളമേ മരണമേ നിന്റെ ജയം എവിടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ താല്പര്യപ്പെടുന്ന വിഷയം ഇതാകുന്നു: തിരഞ്ഞെടുക്കപ്പെട്ടവർ. പ്രൈസ് ദി ലോർഡ്. തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്നുള്ള ഒരു വിഷയം, അത് ബൈബിളിൻ്റെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പരന്നു കിടക്കുന്ന ഒരു സബ്ജക്റ്റാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർ. അനേകം വിഷയങ്ങൾ അതേക്കുറിച്ച് സംസാരിക്കുവാനുണ്ട്. അതിനെ ആസ്പദമാക്കി ബൈബിളിൽ നിന്നും ഒരു വാക്യം വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. അവിടെ ഇങ്ങനെ പറയുന്നു: വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. പ്രൈസ് ദി ലോർഡ്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു വിഷയം നിങ്ങളുടെ ജീവിതത്തിൽ പല അവസരങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും. പല രീതിയിൽ പല പ്രാസംഗികർ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ ഇത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു വിഷയമാകുന്നു. വിളിക്കപ്പെട്ടവർ അനേകരാകുന്നു, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. ഇത് നിത്യജീവനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു വാക്യശകലമാകുന്നു. നമുക്ക് കാണുവാൻ സാധിക്കും, തിരഞ്ഞെടുപ്പ് നമ്മുടെ ഈ രാജ്യത്ത് നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ എല്ലാം പല സമയങ്ങളിൽ തിരഞ്ഞെടുപ്പ് വരുന്നു. നാം നമുക്കിഷ്ടപ്പെട്ട സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നു. തിരഞ്ഞെടുപ്പ് എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ അനുഭവമുള്ള ഒരു സംഗതിയാകുന്നു. ഉൽപ്പത്തിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, യഹോവയ്ക്ക് യാഗം കഴിക്കാൻ വേണ്ടി ഒരു തിരഞ്ഞെടുപ്പ് കയീനും ഹാബേലും നടത്തിയതായി കാണുവാൻ സാധിക്കും. ഹാബേല് തിരഞ്ഞെടുത്തു രക്തച്ചൊരിച്ചിൽ ഉള്ള ഒരു യാഗം. ആ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. അപ്പോൾ കയീൻ്റെയും ഹാബേലിൻ്റെ തിരഞ്ഞെടുപ്പിൽ ഒന്ന് മാത്രമേ ദൈവം പ്രസാദിച്ചുള്ളൂ. അത് ദൈവ ഇഷ്ടപ്രകാരമുള്ള യാഗം, രക്തച്ചൊരിച്ചിലിൻ്റെ യാഗം. പ്രൈസ് ദി ലോർഡ്. പിന്നീട് നമുക്കൊരു തിരഞ്ഞെടുപ്പ് കാണുവാൻ സാധിക്കും. അബ്രഹാമിനെയും ലോത്തിനെയും കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ ലോത്ത് ഫലപുഷ്ടമുള്ളതായിട്ടുള്ള ആ ലാൻഡുകൾ അല്ലെങ്കിൽ വസ്തുക്കൾ തിരഞ്ഞെടുത്തു. അങ്ങനെ സോതോമിലേക്ക് പോവാനിടയായി. സോതോം, ഗോമറ എന്നുള്ള ഫലപുഷ്ടമായിട്ടുള്ള സ്ഥലങ്ങൾ, നീരൊറ്റമുള്ള സ്ഥലങ്ങൾ, പച്ചവിരിപ്പുള്ള സ്ഥലങ്ങൾ, അത് ആടുമാടുകളെ വളർത്തുവാൻ വേണ്ടിയുള്ള മനോഹരമായ സ്ഥലം ലോത്ത് തിരഞ്ഞെടുത്തു. അപ്പോൾ തന്നെ അബ്രഹാം തിരഞ്ഞെടുത്തത് എന്താണ്? ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക എന്നുള്ള വാഗ്ദത്തം അബ്രഹാം തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്.
പിന്നീട് നമുക്കൊരു തിരഞ്ഞെടുപ്പ് പഴയ നിയമത്തിൽ കാണാം. അതിനെപ്പറ്റി പരാമർശിച്ചിരിക്കുന്നത് എബ്രായ ലേഖനത്തിലാകുന്നു. അതായത് മോശയുടെ ഒരു തിരഞ്ഞെടുപ്പാണ്. മോശ എന്ത് തിരഞ്ഞെടുത്തു? അവൻ ജീവിച്ചിരിക്കുന്നതായിരിക്കുന്ന ഫറവോന്റെ ആ മനോഹരമായിട്ടുള്ള ബംഗ്ലാവും പരിസ്ഥിതികളും നോക്കിക്കാണുകയും അപ്പോൾ തന്നെ അവൻ്റെ സ്വന്തം ജനത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നതായിട്ടുള്ള കണ്ടപ്പോൾ എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ ഫറവോന്റെ കൊട്ടാരത്തെക്കാളും ഇസ്രായേൽ ജനത്തോടുകൂടെ നിന്ന സഹിക്കുന്നത് തിരഞ്ഞെടുത്തു. അപ്പോൾ മോശയുടെ തിരഞ്ഞെടുപ്പ് എങ്ങനെയാണ്? ഇസ്രായേൽ ജനത്തോടുകൂടെ കഷ്ടം സഹിക്കുക എന്നുള്ള ആ തിരഞ്ഞെടുത്തു. നെബൂഖദ്നേസർ രാജാവിൻ്റെ സാമ്രാജ്യത്തിൽ മുഴുവനുള്ള ആൾക്കാരും നെബൂഖദ്നേസർ നിർമ്മിച്ച 60 മുഴം ഉയരമുള്ള സ്വർണ്ണബിംബത്തെ ആരാധിക്കുവാനും അതിൻ്റെ മുമ്പിൽ കുമ്പിടുവാനും ആ ലോകത്തിലെ ജനങ്ങൾക്ക് കൽപ്പന ലഭിക്കുകയും അവർ അങ്ങനെ ചെയ്തപ്പോൾ ശദ്രക്, മേശക്, അബേദ്നെഗോ അവരുടെ പ്രമാണമനുസരിച്ചുള്ള യഹോവയായ ദൈവത്തെ അല്ലാതെ മറ്റാരെയും സേവിക്കുകയില്ല, കുമ്പിടുകയില്ല എന്നുള്ള വസ്തുത കാര്യം അവർ തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ജനം ജീവിക്കുന്ന ദൈവത്തെ വിട്ട് വിഗ്രഹങ്ങളുടെ പുറകെ പോയപ്പോൾ യോശുവ തിരഞ്ഞെടുത്തു, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചുള്ള ദേവന്മാരെ ആരാധിക്കുവാൻ നിങ്ങൾ തിരഞ്ഞെടുത്തുവെങ്കിൽ യോശുവ പറയുന്നു, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. പ്രൈസ് ദി ലോർഡ്. ദാര്യാവേശ് രാജാവ് ചില ദിവസങ്ങളിലേക്ക് അവനോട് പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു കൽപ്പന ദാനിയേലിനെ കൊടുക്കാൻ വേണ്ടി ദാര്യാവേശിൻ്റെ മന്ത്രിമാര് ദാര്യാവേശിനെ പ്രലോഭിപ്പിച്ച് രാജ്യത്തിൽ എങ്ങും കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ ദാനിയേൽ തിരഞ്ഞെടുത്തു. അവൻ പതിവ് പോലെ ചെയ്യാറുള്ളത് പോലെ കിളിവാതികൾ തുറന്ന് യെരൂശലേമിന് നേരെ നോക്കിക്കൊണ്ട് അവൻ സേവിച്ചു വന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് തിരഞ്ഞെടുത്തു. അങ്ങനെ അനേകം ദൃഷ്ടാന്തങ്ങൾ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. 10-ാം തലമുറയിൽ ജനം വഷളായി ആ ജനങ്ങളെ നശിപ്പിച്ചു കളയും എന്ന് നോഹയ്ക്ക് ദൈവം നിർദ്ദേശം കൊടുക്കുമ്പോൾ ആ തലമുറയിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി യഹോവ കൽപ്പിച്ച പ്രകാരം പെട്ടകം പണിയുവാൻ വേണ്ടിയും അതിൻ്റെ ഉള്ളിൽ കയറി രക്ഷപ്പെടുവാൻ വേണ്ടി നോഹയും നോഹയുടെ കുടുംബവും തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, ഒരു തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ മുമ്പിൽ ആയിട്ട് ഇരിക്കുകയാണ്. നിങ്ങൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങളുടെ നിത്യജീവന് വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? നിങ്ങളുടെ നിത്യജീവന് വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ള ഒരു തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ബൈബിളിൽ പറയുന്നത് നല്ലതും തീയതും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, ജീവനും മരണവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. എന്നാൽ തിരഞ്ഞെടുക്കേണ്ടത് അവനവൻ ആകുന്നു. അവനവന് മാത്രമേ രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ ഒരുവനെ. ഈ ലോകത്തിൽ നിങ്ങളൊരു ക്രിസ്ത്യാനിയായിട്ടുള്ള പേരിൽ തോമസോ വർഗീസോ സണ്ണിയോ അല്ലെങ്കിൽ
ഏത് തരത്തിലുള്ള ക്രിസ്തീയ പേരുകൾ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ ആയിരിക്കുന്ന സഭകൾ, ഒരു സഭയ്ക്കും നിങ്ങളെ രക്ഷിക്കുവാൻ സാധ്യമല്ല. ഒരു പുരോഹിതന്മാർക്കോ ഒരു കർദിനാൾമാർക്കോ ഒരു പോപ്പിനോ ഒരു പാസ്റ്റർമാർക്കോ ഒരു പ്രസ്ബിറ്റർക്കോ ഒരു പ്രവാചകനോ ഒരു ഓവർസിയർക്കോ നിങ്ങളായിരിക്കുന്ന സഭയിലെ ഉള്ള ആർക്കും നിങ്ങളെ രക്ഷിക്കുവാൻ സാധ്യമല്ല. നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയുന്നതായ ഒരു നാമമുണ്ട്. ആ നാമമാണ് യേശു ക്രിസ്തു എന്ന നാമം. അതുകൊണ്ട് പത്രോസ് പരിശുദ്ധാത്മാപൂർണനായി ഒരു സമയം യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണ സമയത്ത് 3 പ്രാവശ്യം ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് ഭയപ്പെട്ട മനുഷ്യരുടെ മുമ്പിൽ ഭയപ്പെട്ട് ഓടിയ പത്രോസ് പരിശുദ്ധാത്മാവ് ലഭിച്ചതിന് ശേഷം 1-ാം നൂറ്റാണ്ടിൽ പെന്തക്കോസ്ത് ദിവസം 120 പേരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ പത്രോസിന് എന്തു ലഭിച്ചു? ശക്തി ലഭിച്ചു. അതിനു മുമ്പ് അവരോട് എന്തു പറഞ്ഞു യേശു ക്രിസ്തു? എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകണം എന്ന് പറഞ്ഞ വാഗ്ദത്ത പ്രകാരം പരിശുദ്ധാത്മാവിൽ ശക്തി പ്രാപിച്ചതിന് ശേഷം പത്രോസ് വിളിച്ചു പറഞ്ഞു, മറ്റൊരുത്തരിൽ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഞാൻ വായിച്ച സകലം ഇങ്ങനെയാകുന്നു. വിളിക്കപ്പെട്ടവർ അനേകരെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ഇതാണ് ആത്മീയമായിട്ടുള്ള കാര്യത്തിൽ ക്രിസ്തീയഗോളത്തിൽ സംഭവിക്കാൻ പോകുന്ന വിഷയം. കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത് വരെയുള്ള വിഭാഗങ്ങളിലുള്ളവരെല്ലാം പാസ്റ്റർമാരും പ്രവാചകന്മാരും ഉപദേശിമാരും എല്ലാം പറയും, ഞങ്ങൾ ദൈവവിളി കേട്ടു, ഞങ്ങൾ ഗബ്രിയേലിനെ കണ്ടു, ഞങ്ങൾ മീഖായേലിനെ കണ്ടു എന്നുള്ള വളരെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങൾ അവർ പറയും. അവരിപ്പോൾ അറിയപ്പെടുന്നത് ക്രിസ്ത്യാനികൾ എന്നാകുന്നു, അവർ വിളിക്കപ്പെട്ടവരാകുന്നു എന്ന് പറയുമ്പോൾ അവിടെ വരുന്നൊരു ക്വസ്റ്റ്യനുണ്ട്, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണോ? പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇതിന് പുറകിലെ സംഭവം ഇതാണ്. 22:1 മുതൽ യേശു പിന്നെയും അവരോട് ഉപമകളായി പ്രസ്താവിച്ചെന്തെന്നാൽ, സ്വർഗരാജ്യം തൻ്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശ്യം. അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു. അവർക്കോ വരുവാൻ മനസ്സായില്ല. അപ്പോൾ ഒരു കല്യാണ സദ്യയിലേക്ക്, ഒരു യജമാനൻ്റെ മകൻ്റെ കല്യാണ സദ്യയിലേക്ക് അനേകരെ വിളിക്കുവാൻ പോയ ദാസന്മാർ വിളിച്ചുവെങ്കിലും അവരാരും ആ കല്യാണ സദ്യക്ക് വരാതെ ഒഴിവഴി പറഞ്ഞു മാറിപ്പോയി. അതിനുശേഷം വഴിവക്കത്തുള്ളവരെയും സ്ട്രീറ്റിലുള്ളവരെയും പെരുവഴികളുള്ളവരെയും പോയി കണ്ടവരെ എല്ലാം വിളിച്ച് ആ കല്യാണ സദ്യക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ കല്യാണ വസ്ത്രം ധരിക്കാതെ ഒരുവനെ കണ്ടു. അവനെ എന്തു പറഞ്ഞു? ഇവിടെ ഇങ്ങനെ പറയുന്നു, 11 വാക്യം. വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്തു വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു. സ്നേഹിത, നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. എന്നാൽ അവന് വാക്കുമുട്ടിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുഞ്ഞാട്ടിൻ്റെ കല്യാണ ദിവസം വരുന്നു. യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്ക് യേശു ക്രിസ്തു തൻ്റെ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ പോകുന്നു. എന്നാൽ അവിടെ കല്യാണ വസ്ത്രം ഇല്ലാതെ ചെന്നെത്തപ്പെടുവാൻ പ്രയാസമാകുന്നു. എന്താണ് ഈ കല്യാണ വസ്ത്രം? ഈ കല്യാണ വസ്ത്രം യേശു ക്രിസ്തുവാകുന്ന ഏകരക്ഷകനെ അവനിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുമ്പോൾ അവൻ ക്രിസ്തുവിനെ ധരിക്കുന്നു. അതാണ് കല്യാണ വസ്ത്രം. ആ വസ്ത്രം യേശു എന്ന നാമം ആയിരിക്കും. അത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുമ്പോഴാണ് ആ വസ്ത്രം നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ
14-ാം വാക്യമാണ് പറഞ്ഞത്, വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത് വരെയുള്ള ജനങ്ങൾ വിളിക്കപ്പെട്ടവരാകുന്നു എന്ന് പറയുമ്പോൾ അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാണോ? തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടം നമുക്ക് ആദ്യമായി കാണുവാൻ സാധിക്കുന്നത് 1-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധാത്മാവ് ലഭിച്ചതിനു ശേഷം അപ്പോസ്തലനായ പത്രോസ് സംസാരിച്ചു. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും പ്രാർത്ഥന കഴിച്ചും അപ്പം നുറുക്കിയും പോന്നു. ഇങ്ങനെ രക്ഷിക്കപ്പെടുന്നവരെ ദൈവം ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഇതാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർ. അന്ന് യെരൂശലേം ദേവാലയത്തിന്റെ അങ്കണങ്ങളിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ പെരുന്നാളിന് വന്നപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവർ വെറും 3000 പേര് മാത്രമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്നുള്ളതിന് വളരെ അർത്ഥവും അവ്യാപ്തിയുമായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് അനേകരുണ്ട്. കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത് വരെയുള്ള ഒരു ക്രിസ്തീയ വൃന്ദത്തെ നമ്മൾ കാണുമ്പോൾ അനേകരാണ് വിളിക്കപ്പെട്ടവർ. പക്ഷേ അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർ എത്രയാണ്? ചുരുക്കം പേര് മാത്രമേ ഉള്ളൂ. 1-2 വാക്യങ്ങൾ കൂടെ വായിക്കുവാൻ താല്പര്യപ്പെടുന്നു ഇത് സംബന്ധിച്ച്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഒരു തിരഞ്ഞെടുപ്പ്. ആരെയാണ് തിരഞ്ഞെടുക്കുന്നത്? ആരാണ് തിരഞ്ഞെടുക്കുന്നത്? യേശുക്രിസ്തു തിരഞ്ഞെടുത്തതായിട്ടുള്ള 12 പേരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തു തിരഞ്ഞെടുത്ത 12 പേരോട് എന്താണ് പറഞ്ഞത്? നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. യേശുക്രിസ്തു ആകുന്നു 12 അപ്പോസ്തലന്മാരെ ലോകത്ത് മുഴുവനും സുവിശേഷം പ്രചരിപ്പിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തത്. അല്ലാതെ ഈ ലോകത്തിലെ പോപ്പിനെയോ കർദിനാളോ അച്ഛന്മാരെയോ ഈ തൃത്വം പ്രസംഗിക്കുന്ന പാഷന്മാരെ അല്ല ദൈവം തിരഞ്ഞെടുത്തത്. പിന്നെയോ അപ്പോസ്തലന്മാരെയാണ് തിരഞ്ഞെടുത്തത്. അവരെങ്ങനെ സുവിശേഷം പ്രസംഗിച്ചോ, അവരെങ്ങനെ ഫലം കായ്ച്ചോ, അതുപോലെയുള്ള ഫലം കായ്ച്ച് ആ ഫലത്തിൽ നിലനിൽക്കണം. കൃപയാൽ JCND ഗ്രൂപ്പിൽ കൂടെ നിങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ തീർച്ചയായിട്ടും അപ്പോസ്തലന്മാർ പെന്തക്കോസ്ത് ദിവസം മുതൽ പ്രസ്താവിച്ച അതേ ഉപദേശവും അതേ ഫലവും ഞങ്ങൾ കായ്ച്ചുകൊണ്ടിരിക്കുന്നു. അത് ഞങ്ങൾ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതിന് വിപരീതമായി AD 325 നിക്കാ സുന്നഹദോസിൽ ഉരുത്തിരിഞ്ഞ ത്രിയേകൻ, തൃത്വത്തിൽ ഒന്നാമൻ, രണ്ടാമൻ, മൂന്നാമൻ, സാരാംശം സത്ത എന്നുള്ള ഉപദേശം യേശുക്രിസ്തുവിൽ നിന്നുള്ള ഉപദേശമല്ല. അത് നല്ല ഫലമല്ല, അത് ചീത്ത ഫലമാണ്. ആ ഫലം ഭക്ഷിക്കുന്നവർ നരകത്തിന് അവകാശികളായി തീരുമ്പോൾ യേശുക്രിസ്തു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർ പ്രസ്താവിച്ച സുവിശേഷം കേട്ടവർക്ക് നിത്യജീവൻ പ്രാപിച്ച് ആ ഫലം നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. അത് പെന്തക്കോസ്ത് ദിവസം മുതൽ ഇന്ന് വരെയും ആ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ജനം, ഞങ്ങളിൽ കൂടി കേൾക്കുന്ന ജനം, ഇതുപോലെ അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ അനേകർ പ്രസംഗിക്കുന്നു. അത് കേൾക്കുന്നവർ ഹല്ലേലൂയ, അവർ ഫലമുള്ളവരായി നിത്യജീവനിലേക്ക് കടക്കുന്നു. അതാണ് ഫലം. ആ ഫലമാണ് നിലനിർത്തേണ്ടത്. അല്ലാതെ തൃത്വത്തിൻ്റെ ഫലമല്ല നിലനിർത്തേണ്ട ഫലം യേശുക്രിസ്തു എന്ന രക്ഷകനെ കുറിച്ച് പറയുന്നതാണ് ഫലം. ആ ഫലത്തിലാണ് നിലനിൽക്കേണ്ടത്. അങ്ങനെ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ വേണ്ടിയാണ്, യേശുക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത സുവിശേഷം പറയുവാൻ വേണ്ടിയാണ് യേശുക്രിസ്തു 12 പേരെ തിരഞ്ഞെടുത്തത്. അല്ലാതെ ഈ ലോകത്തിനനുസരിച്ച് ജീവിച്ച് എന്തെങ്കിലും ദുരുപദേശങ്ങൾ പറഞ്ഞ് കീശ വീർപ്പിച്ച് പള്ള വീർപ്പിക്കുന്ന കാര്യത്തിന് വേണ്ടി അല്ല ദൈവം
യേശുക്രിസ്തു ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്? യേശുക്രിസ്തു തിരഞ്ഞെടുത്തത് അവൻ്റെ നാമത്തെ ഉയർത്തുവാൻ, അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ പ്രസംഗിക്കുവാൻ അപ്പോസ്തലന്മാർ തുടങ്ങി. അതിനുവേണ്ടിയാണ് അവരെ തിരഞ്ഞെടുത്തത്. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നു. അതാണ് ഞങ്ങളുടെ സുവിശേഷം. അതുകൊണ്ട് തൃത്വ പാസ്റ്റർമാരെ, ദുരുപദേശം പ്രസംഗിക്കുന്ന തൃത്വ ഉപദേശം പ്രസംഗിക്കുന്നവരെ, നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തുവെങ്കിൽ നിങ്ങൾ പ്രസംഗിക്കേണ്ടത് അപ്പോസ്തലന്മാർ പ്രസംഗിച്ചതും പ്രമാണിച്ചതും കാണിച്ചതും എഴുതപ്പെട്ടതുമായിട്ടുള്ള സുവിശേഷമാണ് നിങ്ങൾ പ്രസംഗിക്കേണ്ടതും പ്രമാണിക്കേണ്ടതും. അല്ല എങ്കിൽ നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് അത് യേശുക്രിസ്തുവിൻ്റെ തിരഞ്ഞെടുപ്പല്ല, പിന്നെയോ മനുഷ്യൻ്റെ തിരഞ്ഞെടുപ്പാണ്. ഈ ലോകത്തിലെ സംഘടനകൾ, ഓർഗനൈസേഷൻ, കമ്മ്യൂണിറ്റീസാണ് നിങ്ങളെ തിരഞ്ഞെടുത്താക്കിയിരിക്കുന്നത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ നമ്മുടെ മുമ്പിൽ കാണുന്ന ചർച്ച് ഓഫ് ഗോഡ്, ഷാരോൺ, IPC, TPM, WME, അങ്ങനെ ഏതൊക്കെ ചർച്ചസിൽ ഉള്ള പാസ്റ്റർമാരെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അവർ അപ്പോസ്തലന്മാർ പ്രസംഗിച്ചതും സുശേഷിച്ചതുമായിട്ടുള്ള ഉപദേശം അല്ല പ്രസംഗിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം അവരെ തിരഞ്ഞെടുത്തത് യേശുക്രിസ്തു അല്ല എന്ന് മനസ്സിലാക്കുക. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. നിങ്ങൾ ലോകക്കാർ ആയിരുന്നു എങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരെ ലോകം പകച്ചു, അവരെ നിന്ദിച്ചു, അവരെ അടിച്ചു, ഉപദ്രവിച്ചു, അവരെ മരണത്തിനേൽപ്പിച്ചു. എല്ലാ യോഹന്നാനൊഴിച്ച് എല്ലാ അപ്പോസ്തലന്മാരും രക്തസാക്ഷികളായി. എന്തുകൊണ്ടാണെന്ന്? അവർ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ, അവർ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നത് തിരഞ്ഞെടുത്തു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവർ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ ഓടിച്ചു, അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്തു. അവർ ഹല്ലേലൂയ മരിച്ചവരെ ഉയർപ്പിച്ചു. ഇതെല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്തപ്പോൾ ലോകം അവരെ പകച്ചു. എന്തുകൊണ്ടെന്നാൽ അവർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്തതുകൊണ്ട്. അതുകൊണ്ട് അവരെ തർജ്ജനം ചെയ്തു. ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുത്. തീർച്ചയായിട്ടും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സംസാരിക്കുന്നവരെ ഈ ലോകത്തിലുള്ളവർ യേശുനാമക്കാർ, ദുരുപദേശക്കാർ എന്ന് കളിയാക്കി പരിഹസിച്ച് വിളിക്കുമ്പോൾ ഞങ്ങൾ സന്തോഷം കൊണ്ടും ആനന്ദം കൊണ്ടും തുള്ളിച്ചാടുന്നു. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ അരുമനാഥൻ ഞങ്ങളോട് പറഞ്ഞു, എൻ്റെ നാമം നിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. ഞങ്ങളെ പകയ്ക്കുവാൻ വേണ്ടി യേശുക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്താൻ വേണ്ടിയാണ് യേശുക്രിസ്തു ഞങ്ങളെ തിരഞ്ഞെടുത്തത്. എന്നാൽ ഈ തിരഞ്ഞെടുപ്പിന്റെ അവസാനം ഞങ്ങൾക്കൊരു പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ. അത് സ്വർഗരാജ്യത്തിൽ ഹല്ലേലൂയ എന്നേക്കുമായി യേശുക്രിസ്തുവിനോട് കൂടെ വാഴുന്ന സുദിനങ്ങൾ ഏറ്റവും ആസന്നമായിരിക്കുന്നു. അതിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് GCNDSDയിലെ ശുശ്രൂഷകർക്കാർക്ക്. ഇതുപോലെ ലോകത്തിൻ്റെ വിവിധ മുക്കുകളിലും കോണുകളിലും യേശുക്രിസ്തു എന്ന ഏക രക്ഷകനെ കുറിച്ച് സംസാരിക്കുകയും അവൻ്റെ നാമത്തിലുള്ള സ്നാനത്തെക്കുറിച്ചും അവൻ്റെ നാമത്തിലുള്ള രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ ലോകം ഞങ്ങളെ പകയ്ക്കുന്നു. അത് യേശുക്രിസ്തു പറഞ്ഞു, അത് ലോകം നിങ്ങളെ പകയ്ക്കുന്നതിന് മുമ്പ് എന്നെ പകച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ പകച്ചവൻ്റെ നാമം, ആ യേശുവിൻ്റെ നാമം വഹിപ്പാനും അത് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് ഈ ലോകം ഞങ്ങളെ പകയ്ക്കുന്നു. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സംസാരിച്ച ശിഷ്യന്മാരോട് പരീശന്മാരും ശാസ്ത്രിമാരും പറയുണ്ടായി, ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ ഇവിടെ വന്നിരിക്കുന്നുവോ? യേശുക്രിസ്തുവിനെ പിൻഗമിച്ച ശിഷ്യന്മാര്, യേശുക്രിസ്തു തിരഞ്ഞെടുത്തവർ, ലോകത്തിൻ്റെ മുമ്പിൽ അവർ അപമാനിക്കപ്പെട്ടു. അവരോട് പറഞ്ഞത്, ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ ഇവിടെ വന്നുവോ? പ്രൈസ് ദി ലോർഡ്. JCNDSD ഗ്രൂപ്പ് വഴിയായി ഞങ്ങൾ അപ്പോസ്തലന്മാർ ഉരുവിട്ട, അപ്പോസ്തലന്മാർ പ്രസംഗിച്ച
അതേ യേശുവിൻ്റെ നാമത്തെ ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ വാക്കിനാലോ ക്രിയാലോ എന്ത് ചെയ്താലും സകലവും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യുമ്പോൾ ഈ ഉപദേശം ലോകത്തെ ഞങ്ങൾ കീഴ്മേൽ മറിക്കുന്ന ഉപദേശമായി നിങ്ങൾ ചെവിക്കൊള്ളുമ്പോൾ ഞങ്ങളുടെ അരുമനാഥനായ യേശു ക്രിസ്തു ഞങ്ങളെക്കുറിച്ച് സന്തോഷിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു ക്രിസ്തു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർ പ്രസംഗിച്ച അതേ ഉപദേശം, അതേ പ്രസംഗം, അവർ കാണിച്ച മാതൃകകൾ, അവർ ഏതു നാമത്തിൽ സ്നാനപ്പെടുത്തി, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി എന്നുള്ള സുവിശേഷം നിങ്ങൾ JCNDSD പ്രീച്ചേഴ്സിൽ കൂടെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളെ പകയ്ക്കുന്നു, ഞങ്ങൾ യേശുനാമക്കാരെന്ന് പറയുന്നു, ഞങ്ങൾ ദുരുപദേശക്കാരെന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞത് എന്താണ്? എൻ്റെ നാമം നിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. അതുകൊണ്ട് ഇന്ന് സന്ധ്യാസമയത്ത് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, സഹോദരന്മാരെ, ഇത് കേൾക്കുന്നവർ, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടോ? ഏത് നാമത്തിനു വേണ്ടി? ഞങ്ങളെ JCNDSDയിൽ ഉള്ള ശുശ്രൂഷകരെ ദൈവം തിരഞ്ഞെടുത്തു യേശു ക്രിസ്തുവിന്റെ നാമം പ്രഘോഷിക്കുവാൻ. ആ നാമത്തിൽ കൂടെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ പറയും, ഞങ്ങൾ ദുരുപദേശക്കാരാണ്, ഞങ്ങൾ യേശുവിൻ്റെ നാമക്കാരാണ്, ഞങ്ങളുടെ ഉപദേശം കേൾക്കരുത്, ഞങ്ങളെ വീട്ടിൽ കയറ്റരുത് എന്ന് നിങ്ങളുടെ ചർച്ചകളിലുള്ള കള്ളപ്പാഷന്മാർ, ദുരുപദേശകർ പറയുമ്പോൾ നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കും? ഈ സുവിശേഷം കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, സഹോദരന്മാരെ, തൃത്വ സഭകളിൽ പോകുന്ന സഹോദരന്മാരെ, നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കും? നിങ്ങൾ തൃത്വം തിരഞ്ഞെടുക്കുമോ അതോ യേശു ക്രിസ്തു എന്ന നാമമാണോ നിങ്ങൾ തിരഞ്ഞെടുക്കുവാൻ പോകുന്നത്? പ്രൈസ് ദി ലോർഡ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മറ്റൊരുത്തരും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ രക്ഷയ്ക്കായി ഈ ലോകത്തിൽ ഒരു നാമമില്ല എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളണമേ, ക്രിസ്ത്യാനികളെ, പെന്തക്കോസ്തുകാരെ. അതുകൊണ്ട് നിങ്ങളുടെ പാപത്തിൽ ഇപ്പോഴുമായിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളഞ്ഞിട്ടില്ല. അപ്പോസ്തലനായ പൗലോസ് ശൗലായിരിക്കുമ്പോൾ, 3 ദിവസം അന്ധനായിരിക്കുമ്പോൾ, അനന്യാസ് കടന്നു വന്നവൻ്റെ തലമേൽ കൈവച്ചു അവനോട് പറഞ്ഞത്, എഴുന്നേറ്റ് സ്നാനപ്പെട്ട് നിന്റെ പാപങ്ങളെ കഴുകിക്കളയുക. അങ്ങനെയാണെങ്കിൽ അപ്പോസ്തലന്മാരിൽ പ്രമുഖനായിരിക്കുന്ന പൗലോസ് യേശുക്രിസ്തുവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച് സ്നാനമേറ്റ് പാപങ്ങളെ കഴുകിക്കളഞ്ഞെങ്കിൽ, കത്തോലിക്ക മുതൽ തൃത്വ ബന്ധുക്കോസ്തുകാരായിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ പാപത്തിന് മോചനം ലഭിച്ചിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനം ഏറ്റിട്ടില്ല. യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനത്തിന് മാത്രമേ പാപങ്ങളെ കഴുകിക്കളയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ പാപങ്ങളെ കഴുകിക്കളഞ്ഞ ചിലരാണ് 3000 പേര് പെന്തക്കോസ്ത് ദിവസത്തിൽ കൊർന്നേല്യോസിന്റെ ഭവനത്തിലുള്ളവർ, പീലിപ്പോസിന്റെ സുവിശേഷം കേട്ട് വിശ്വസിച്ച ശമരിയാക്കാർ, അതുപോലെ ശിമയോൻ, എഫെസോസിലുള്ള ജോൺ ദ ബാപ്റ്റിസ്റ്റ് ശിഷ്യർ 12 പേര്. അങ്ങനെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടവർ പെന്തക്കോസ്ത് ദിവസം മുതൽ ഇന്ന് വരെയുള്ളവർ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടവർ പാപങ്ങളെ കഴുകിക്കളഞ്ഞു. അവരെ ദൈവത്തിന് സഭയോട് ചേർത്തിട്ടുണ്ട്. ഇനി അവൻ്റെ വരവ് വരെയും ആര് ആ കൽപ്പന പ്രമാണിച്ച് വിശ്വസിക്കുകയും പ്രമാണിക്കുകയും ചെയ്താൽ അവരുടെ പാപങ്ങളെ കഴുകിക്കളഞ്ഞ് അവർ ദൈവസഭയിലേക്ക് ദൈവം ചേർക്കും, 1-ാം നൂറ്റാണ്ടിൽ ചേർത്തതുപോലെ. അതുകൊണ്ട് നിങ്ങൾ എന്തു തിരഞ്ഞെടുക്കും ഈ സന്ധ്യാസമയത്ത്? തൃത്വമെന്ന ദുരുപദേശത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിത്യ നരകത്തിലെ യാതന അനുഭവിക്കുന്നതാണോ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത്? അതോ യേശുക്രിസ്തു എന്ന ഏകരക്ഷകനെ അംഗീകരിച്ചുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കുന്നതാണോ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത്? ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഉത്തരവാദിത്വം നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുന്നു. ഈ തിരഞ്ഞെടുപ്പിനെ പറ്റി വരുന്ന ഞായറാഴ്ചകളിലുള്ള സമയത്ത് ഞാൻ സംസാരിക്കുന്നതായിരിക്കും. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജീസസ്.